തെരഞ്ഞെടുപ്പ് വളരെ അടുത്ത് നിൽക്കുകയാണ്. മുൻപൊന്നും ഇത്രയും ഒരു ചെറിയൊരു സമയം കിട്ടിയ ഒരു വേള ഉണ്ടായിട്ടില്ല. ശരി. അതുകൊണ്ട് മുന്നണികളെല്ലാം നെട്ടോട്ടത്തിലാണ് ഇപ്പോൾ. പക്ഷേ ഇപ്പോഴും കോൺഗ്രസിനകത്ത് ഈ സ്ഥാനാർത്ഥി നിർണയം പോലും പൂർണ്ണമായിട്ടില്ല എന്നുള്ളതാണ്. മുതിർന്ന നേതാക്കളൊക്കെ തന്നെ അമർഷത്തിലും എന്ത് സംഭവിക്കാം എന്നുള്ള സാഹചര്യത്തിലുമാണ് നിൽക്കുന്നത്. പ്രത്യേകിച്ച് സുധാകരനെ പോലുള്ളവർ. അടൂർ പ്രകാശും വളരെ ക്ഷുഭിതനായിട്ടാണ് മാറിയിരിക്കുന്നത്. എന്തായിരിക്കും ഇനി കോൺഗ്രസിൽ സംഭവിക്കാൻ പോവുക? ശരിക്കും പറഞ്ഞാൽ കണ്ണൂർ സിംഹം കോൺഗ്രസിലുണ്ടെങ്കിൽ അത് കെ സുധാകരനാണ്. അങ്ങനെ ഇപ്പോൾ കണ്ണൂർ സിംഹം ഡൽഹിയിലിരുന്ന് ഗർജിക്കുന്നു എന്നാണ് അറിയുന്നത്. അദ്ദേഹം തൻ്റെ ഫ്ലാറ്റിൽ, MP ഫ്ലാറ്റിൽ അടച്ചിട്ട മുറിയിൽ ഇപ്പോൾ ഒറ്റയ്ക്കിരിപ്പാണ്. ആരെങ്കിലും വന്നാൽ ഗർജിക്കും. അതാണ് അവസ്ഥ. ആർക്കും അങ്ങോട്ട് കയറാൻ ധൈര്യമില്ല. എൻ്റെ മുഖത്ത് നോക്കി എനിക്ക് കണ്ണൂർ സീറ്റ് തരില്ല എന്ന് ആരെങ്കിലും നേരത്തെ പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ സീറ്റ് തരുമെന്നല്ലേ മുമ്പ് പറഞ്ഞിട്ടുള്ളത് എന്നാണ് കെ സുധാകരൻ ചോദിക്കുന്നത്. അതായത് KPC പ്രസിഡന്റ് സ്ഥാനം അദ്ദേഹം മാറിയപ്പോൾ ഹൈക്കമാൻഡ് തന്നെ അദ്ദേഹത്തിന് ഉറപ്പ് കൊടുത്തിരുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ താങ്കളെ അവിടെ കണ്ണൂരിൽ സ്ഥാനാർത്ഥിയാക്കാം. അപ്പോൾ അതാണ് ഇപ്പോൾ അങ്ങനെയാണ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറിക്കൊടുത്തത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ശരി എങ്കിൽ അത് ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ചോദിക്കുന്നത്, എൻ്റെ മുമ്പിൽ വന്ന് ആർക്കെങ്കിലും, അത് രാഹുൽ ഗാന്ധിക്കും കൂടെയുള്ള വെല്ലുവിളിയാണ്, അദ്ദേഹം നേരിട്ട് പറയുന്നില്ലെന്നേ ഉള്ളൂ, രാഹുൽ ഗാന്ധിയെ പോലും വെല്ലുവിളിക്കുന്ന രീതിയിലാണ് പറയുന്നത്. എൻ്റെ മുമ്പിൽ നേരിട്ട് വന്ന് ആർക്കെങ്കിലും പറയാൻ ധൈര്യമുണ്ടോ? കണ്ണൂർ സീറ്റ് എനിക്ക് തരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാൻ പറ്റുമോ? കണ്ണൂർ സീറ്റ് തരാമെന്നല്ലേ പറഞ്ഞത് എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അപ്പം അതിന് ഉത്തരവില്ല. ഇന്നലെ ഹൈക്കമാൻഡിൻ്റെ പ്രതിനിധിയായിട്ട് KC വേണുഗോപാൽ അവിടെ ചെന്നത് മാത്രമേ ഉള്ളൂ, വേറൊന്നും ഇല്ല. അദ്ദേഹം മനസ്സ് തുറക്കുകയോ വാ നേരെ തുറക്കുകയോ ചെയ്തില്ലെന്നാണ് അറിയുന്നത്. KCയുടെ മുമ്പേ KC ചെന്നപ്പോൾ കെ സുധാകരൻ മനസ്സ് തുറക്കുകയോ വാ തുറക്കുകയോ ചെയ്തില്ല. അപ്പോൾ KCക്കും നിരാശനായി തിരിച്ചു പോരേണ്ടി വന്നു എന്നാണ് കേൾക്കുന്നത്. ഇനിയിപ്പം MK രാഘവനാണ് അവിടെ പോകാനുണ്ടായിരുന്നത്. MK രാഘവൻ ഒരു ചർച്ചയൊക്കെ നടത്തിയിട്ടുണ്ട്. അവർ രണ്ടുപേരും ചേർന്ന് ചിലപ്പോൾ ചില കടുത്ത തീരുമാനങ്ങളിലേക്ക് പോകുമോ എന്നും ഹൈക്കമാൻഡ്. MK രാഘവനും നിയമസഭയിലേക്ക് മത്സരിക്കണം താല്പര്യമുള്ള ആളാണ്. കാരണം ഇവരുടെയൊക്കെ ഏതാണ്ട് ഒരു ഫൈനൽ ലെഗിലേക്കാണ് അവർ പോകുന്നതെന്ന് അവർക്കറിയാം. കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു അംഗത്തിന് ബാല്യമില്ല. ഈ തവണ എന്തെങ്കിലും ഒരു നല്ല പോര് നടത്തി സംസ്ഥാനത്തെ ഒരു നല്ല പ്രതിച്ഛായയിൽ അദ്ദേഹത്തിന് ഈ രാഷ്ട്രീയത്തിൽ നിന്ന് വിടവാങ്ങുന്നതിനുള്ളൊരു സാധ്യത ഇപ്പോഴാണുള്ളത്. അതിൽ കഴിഞ്ഞാൽ പിന്നെ ഇനി ഒരു സാധ്യതയില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഉറച്ചു നിൽക്കുന്നത്. എന്നോട് വാക്ക് തന്നിട്ടുണ്ട്, ആ വാക്ക് പാലിക്കണം. ഞാൻ വേറൊന്നും ആവശ്യം പറഞ്ഞിട്ടില്ല, പറഞ്ഞ വാക്ക് പാലിക്കൂ എന്ന് പറഞ്ഞ് ഡൽഹിയിൽ ഗർജനവുമായി നിൽക്കുകയാണ് കെ സുധാകരൻ. അപ്പം കെ സുധാകരനെ അനുനയിപ്പിക്കാൻ പാടാണ്. അനുനയിപ്പിച്ചില്ലെങ്കിൽ കടുത്ത ചില തീരുമാനങ്ങളിലേക്ക് പോയേക്കും എന്നും പറയുന്നുണ്ട്. കേരളത്തിലാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അനുയായികൾ ഭയങ്കരമായ മുറവിളിയാണ്. അദ്ദേഹത്തിൻ്റെ ഈ KS ബ്രിഗേഡ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് ഔദ്യോഗികമായിട്ട് തന്നെ അദ്ദേഹം ഏതാണ്ട് അംഗീകാരത്തോട് കൂടി ചെയ്യുന്ന പോലെ ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതിൽ കണ്ണൂർ മാത്രമല്ല, സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങൾ അതിൻ്റെ ആൾക്കാർ ശക്തമായിട്ടുണ്ട്. വിദേശത്ത് പോലും ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മുടെ മലയാളിയുള്ള വിദേശങ്ങളിൽ പോലും KS ബ്രിഗേഡ് സ്ട്രോങ് ആണ്. അപ്പോൾ ചില്ലറക്കാരനല്ല കെ സുധാകരൻ എന്നുള്ളത് ഇപ്പോൾ ഹൈക്കമാൻഡിന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് മിക്കവാറും ഹൈക്കമാൻഡ് സുധാകരന് മുമ്പിൽ മുട്ടുമടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും മടക്കുന്നത്. പക്ഷേ ഒരു വിട്ടുവീഴ്ച ചെയ്തേ മതിയാവുള്ളൂ. കണ്ണൂരിൽ കെ സുധാകരനും അടൂർ പ്രകാശിന് കോന്നിയും കൊടുത്തേക്കും. കാരണം അത് ഇനി വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഉപാധി വെക്കുമോ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക്? അതൊക്കെ വെച്ച് കഴിഞ്ഞതാണ്. അതൊന്നും അദ്ദേഹത്തിന് വേണ്ട. ഇനിയിപ്പോൾ അതൊന്നും വേണ്ട. ഇനിയിപ്പോൾ ആ പരിപാടിയൊന്നുമില്ല. കാരണം എനിക്ക് അന്ന് സമയത്ത് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഇവിടെ ഒരു സെമി കേഡർ സംവിധാനം ഉണ്ടാക്കി 140 മണ്ഡലങ്ങളിലും ഒരു ചെറിയ ഒരു സെമി കേഡർ പാർട്ടിയായിട്ട് ഇതിനെ വളർത്തുമായിരുന്നു. അതിനുള്ള സാഹചര്യമാണ് ഞാൻ നോക്കിയത്. ഇനിയിപ്പോൾ അതൊന്നും വേണ്ട, എനിക്ക് ഇതിനകത്തൊന്നും താല്പര്യമില്ല. എനിക്ക് എന്നോട് പറഞ്ഞ വാക്ക് പാലിക്കണം എന്നൊറ്റ പിടിയിൽ അദ്ദേഹം നിൽക്കുകയാണെന്നാണ് അറിയുന്നത്. അപ്പം അതുകൊണ്ട് മിക്കവാറും AICC അല്ലെങ്കിൽ ഹൈക്കമാൻഡ് ഇവിടെ ഒരു ലോ കമാൻഡായിട്ട് ആക്ട് ചെയ്തേ പറ്റൂ എന്നുള്ള അവസ്ഥ വരും എന്നാണ് അറിയുന്നത്. ഈ സുധാകരനും അടൂർ പ്രകാശും ഈ കണ്ണൂരിലും കോന്നിയിലും വലിയ പ്രകടനം കാഴ്ചവെച്ചവരാണ്.
തീർച്ചയായിട്ടും അവർ നിന്നാലേ അവിടെ ജയിക്കുകയുള്ളൂ. കോന്നിയിൽ അടൂർ പ്രകാശിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ മണ്ഡലം ഇവർക്ക് തിരിച്ചു പിടിക്കാം. ആ മണ്ഡലം തിരിച്ചു പിടിക്കാം. കണ്ണൂരും അനായാസം കിട്ടും. അല്ലെങ്കിൽ കണ്ണൂർ ഒരു കോൺഗ്രസിന് അനുകൂലമുള്ള മണ്ഡലമാണ്. പക്ഷേ സുധാകരൻ നിന്നാൽ പിന്നെ സംശയമില്ല, വൻ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം ജയിക്കുമെന്നുള്ളത് തന്നെയാണ് ഉറപ്പ്. പക്ഷേ ഇതിനകത്ത് ഉള്ള പ്രശ്നം ഈ സുധാകരന് കണ്ണൂർ കൊടുത്തു. അതെ, സുധാകരൻ വിജയിച്ചു വരുന്നു, UDF വിജയിച്ചു വരുന്നു. അതെ, അവിടെയാണ് പ്രശ്നം. അവിടെ ചോദ്യം ഉയരും. അത് പിന്നെ ഇനിയിപ്പോ വരുന്നിടത്ത് വെച്ച് കാണാമെന്നേ പറയാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ നിരവധി പേരുകൾ എണ്ണം കൂടുകയാണ്. അതായത് ഇപ്പൊ കല ഉടയ്ക്കുന്നതിനേക്കാൾ നല്ലത് നമ്മള് സന്നിധാനത്ത് ചെന്ന് അവിടെ കലം വാങ്ങി വെച്ചതിന് ശേഷം അവിടെ പിന്നെ കിടന്ന് തുള്ളിക്കോട്ടെ എന്നുള്ളതാണ്. അല്ല, കല ഉടച്ച പ്രശ്നമാണ്. MP-മാരായിട്ട് 140 മണ്ഡലങ്ങളിലും പ്രശ്നമാവും. ഈ MP-മാരായിട്ട് പോയിട്ടുള്ളത് മുഴുവൻ ഏതാണ്ട് സീനിയർ നേതാക്കളാണ്. സീനിയർ നേതാക്കളാണ്. ഇനിയിപ്പോ രണ്ടാമതൊരു മത്സരം വന്നാൽ വേറെ ആരെങ്കിലും നിർത്തിയാൽ ഇതുപോലെ വിജയിക്കണമെന്ന് ഉറപ്പില്ല. ഇല്ല, ഇപ്പൊ കൊടിക്കുന്നിൽ വരാൻ തയ്യാറെടുത്ത് നിൽക്കുക ഇതിനേക്കാൾ. അതെ, കൊടിക്കുന്നിൽ പക്ഷെ KPCC കൊടുത്ത് തൃപ്തനാക്കുമെന്നാണ് പറയുന്നത്. അതിൽ അദ്ദേഹം ചിലപ്പോൾ തൃപ്തനാവും. ഒരു പിന്നോക്കക്കാരൻ KPCC പ്രസിഡന്റ് ആകുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു. പക്ഷെ ഇത് കോൺഗ്രസിനകത്ത് ഒരു അച്ചടക്കമില്ലായ്മയുടെ ഒരു പ്രശ്നമാണല്ലേ? ഇതെന്നും അങ്ങനെയാണല്ലോ. കോൺഗ്രസ് എന്ന് പറയുന്നത് അച്ചടക്കത്തിന് അതിന് സ്കോപ്പില്ല. കാരണം അതൊരു പാർട്ടിയല്ല, അതൊരു ആൾക്കൂട്ടമാണെന്ന് അവർ തന്നെ സമ്മതിക്കുന്നുണ്ട്. ഓരോ ജില്ലയിലെ ഒരു ആൾക്കൂട്ടം മാത്രമാണ്. അതിന് മണ്ഡലവും ഇല്ല, പിന്നെ വാർഡും ഇല്ല, ബൂത്തും ഇല്ല. അത് ആ സമയത്ത് അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അല്ലാതെ അതിനൊരു സ്ട്രക്ചേർഡ് ഒരു രീതിയില്ല. ഓരോരുത്തരെ പേരിന് വെച്ചിട്ടുണ്ട്. മണ്ഡലം കൺവീനർ, മണ്ഡലം സെക്രട്ടറി, പ്രസിഡന്റ് എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും സുധാകരൻ പറഞ്ഞ പോലെ ഒരു സെമി കേഡർ ലൈനിൽ വന്ന് പാർട്ടിക്ക് വേണ്ടി നിലകൊള്ളുന്നവരായിട്ട്, ത്രാണിയുള്ളവരായിട്ട് നിർത്താൻ കഴിഞ്ഞാലേ അത് പറ്റുള്ളൂ. അതിന് 2-3 ഘടകങ്ങൾ വേണം. അവർക്ക് പണപ്പിരിവിനുള്ള സംവിധാനം ഉണ്ടാക്കണം. അതിനുവേണ്ടി അവർക്ക് പുറകെ നിൽക്കാൻ കുറച്ച് നേതാക്കൾ വേണം. ജില്ലയിൽ ഒരു തലയെടുപ്പുള്ള 4-5 നേതാക്കൾ വേണം. ഇവരെ പോലീസ് സ്റ്റേഷനിൽ പോയാൽ അവരെ സംരക്ഷിച്ച് നിർത്താനുള്ള നേതാക്കൾ വേണം. ഇതൊക്കെ പ്രധാനപ്പെട്ട ഘടകമാണ്. ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയാൽ നമ്മൾ പലപ്പോഴും കോൺഗ്രസ്സുകാരുടെ അവസ്ഥ കണ്ടിട്ടില്ലേ? അവിടെ കിടന്നുണ്ട് തന്നെയാണ്. നമ്മുടെ സന്ദീപ് വാര്യർ ജയിലിൽ കയറിയിട്ട് കണ്ടില്ലേ? അവസാനം സഹതടവുകാരന്റെ പീഡനത്തിന് വിധേയനാകേണ്ട അവസ്ഥ വരെ. ഇപ്പോഴും ഒരു പ്രധാനപ്പെട്ട ഇടങ്ങളിൽ സ്ഥാനാർത്ഥി നിർണയം നടത്തിയിട്ടില്ല. അല്ല, അത് നടത്തിയിട്ടില്ല. അവരിപ്പോൾ എളുപ്പമുള്ള സ്ഥലത്തല്ലേ നടത്തിയിരിക്കുന്നത്. 19 MLA-മാര്, മുൻ MLA-മാര് അവർക്ക് സീറ്റ് കൊടുക്കുന്നു. ആർക്കും തർക്കമില്ല. പിന്നെ തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിൽ K മുരളീധരന് പകരം വേറെ ആരെങ്കിലും അവിടെ വരാൻ അവർക്ക് താല്പര്യമില്ല. ഇനി ധർമ്മടത്ത് ഈ അബ്ദുൾ റഷീദ് അല്ല വേറൊരാളെ അവിടെ അവർക്ക് ആർക്കും താല്പര്യമില്ല. ധർമ്മടത്ത് ഞാൻ മത്സരിച്ചോളാം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വരുമോ? അപ്പം ഇതുപോലുള്ള ഒരു 56 സീറ്റിലാണ് ഇപ്പം സ്ഥാനാർത്ഥി നിർണ്ണയം നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ ബാലഗോപാലിനെതിരെ ആയിഷ പോറ്റിക്ക് പകരം ഞാൻ നിന്നോളാം എന്ന് ആരെങ്കിലും പറയൂ? ഹരിപ്പാട് രമേശ് ചെന്നിത്തലയ്ക്ക് പകരം ഞാൻ നിന്നോളാം എന്ന് ആരെങ്കിലും പറയൂ? VD സതീശന് പകരം പറവൂർ ഞാൻ നിന്നോളാം എന്ന് ആരെങ്കിലും പറയൂ? അപ്പം അങ്ങനെയുള്ള സീറ്റുകളിലാണ് ഇപ്പം വിഭജനം നടത്തി വെച്ചിരിക്കുന്നത്. അപ്പം അത് എളുപ്പമായിരുന്നു. അത് 56 എണ്ണം പറഞ്ഞു. ഇനിയിപ്പോൾ കോൺഗ്രസിന് 95 സീറ്റ് കിട്ടുമെന്നാണ് അറിയുന്നത്. ഇപ്പം കേരള കോൺഗ്രസ് മാണിയുടെ ഇന്ന് കുറച്ച് സീറ്റുകൾ പിടിച്ചു വെച്ചിട്ടുണ്ട്. മാണി ഗ്രൂപ്പിന് 8 സീറ്റായിട്ട് കുറയ്ക്കുകയാണ്. ലീഗിന് കുറയ്ക്കാനൊന്നുമില്ല. ലീഗിന് 2 സീറ്റും കൂടെ കൂടുതലാണ് കൊടുക്കുന്നത്, 27 സീറ്റ്. അപ്പോൾ ലീഗിന് കുഴപ്പമൊന്നും വരില്ല. അപ്പൊ എന്തായാലും അതിനകത്ത് പേയ്മെന്റ് സീറ്റുകളൊക്കെ പോകുന്നുണ്ട്. അതുകൊണ്ട് അത് ഒരു വിഷയമാണ്. കാരണം എനിക്ക് തെക്കൻ കേരളത്തിലോട്ട് അവര് നജീബ് കാന്തപുരം പേയ്മെന്റ് സീറ്റാണെന്നാണ് പറയുന്നത്. പെരിന്തൽമണ്ണ. അപ്പൊ അതെന്തിനാണ് കോഴിക്കോടുള്ള നജീബ് കാന്തപുരത്തിന് എന്തിനാണ് പെരിന്തൽമണ്ണയെ കൊണ്ടിരുന്നത്? അത് പുനലൂർ അവർ ചോദിക്കുന്നുണ്ട്. പുനലൂർ ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി അല്ലേ ഇറക്കുന്നുണ്ടെന്നാണ്. അപ്പൊ എന്തായാലും ഹൈക്കമാൻഡ് K സുധാകരന്റെ കാര്യത്തിൽ മുട്ടുകുത്തു. K സുധാകരന്റെ മുമ്പിൽ മുട്ടുകുത്തിയാൽ പിന്നെ അടൂർ പ്രകാശിന് സാധ്യത കൂടും. അടൂർ പ്രകാശ് UDF കൺവീനർ കൂടിയാണ്. അതെ, അദ്ദേഹം UDF-ന്റെ ചാർജിലുള്ള ആളാണല്ലോ. അപ്പൊ അത് അടൂർ പ്രകാശിനെയൊക്കെ യഥാർത്ഥത്തിൽ അന്ന് ആറ്റിങ്ങലിലേക്ക് കൊണ്ടുപോയതാണ്. ഇവര് കോൺഗ്രസ്സുകാരും മലപൂർവ്വമായിട്ട് കയ്യിൽ നിന്ന് വിട്ടതാണ്. അതെ, അല്ലെങ്കിൽ മറ്റേത് കിട്ടൂലായിരുന്നു. ആറ്റിങ്ങൽ കിട്ടൂല. അപ്പൊ ഡൽഹിയിൽ കൂടുതൽ എണ്ണം വേണമെന്ന് ചോദിച്ചിട്ടാണ്. അല്ല, 19 രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് കരുതി ചെയ്തതാണ്. അല്ല, അങ്ങനല്ലേ കുഞ്ഞാലിക്കുട്ടിയും ഇവിടെ ഒന്ന് മത്സരിച്ച് പോയത്. വണ്ടി തന്നെ തിരികെ വന്നു. അവരെല്ലാം കേന്ദ്ര മന്ത്രിയായി കൊടിവെച്ച കാറിൽ ഇങ്ങനെ ഇന്ത്യ മുഴുവൻ വിലസാന്ന് വിചാരിച്ച് പോയവരാണ്. പക്ഷെ നടന്നില്ല. ഇനിയിപ്പോൾ അവർക്കറിയാം അവിടെ ഇപ്പോൾ പെട്ടെന്നൊന്നും നടക്കില്ല. ഇനിയിപ്പോൾ ഏത് ഇലക്ഷൻ വന്നാലും 29 ഇലക്ഷൻ വന്നാലും ഒന്നും വലിയ മാറ്റമൊന്നും ഉണ്ടാകാൻ പോണില്ല. അല്ലെങ്കിൽ അതിനും
വ്യത്യാസമൊന്നും വലുതായിട്ട് വരാൻ പോകുന്നില്ലെന്ന് അറിയാം. അതുകൊണ്ട് ഇവിടെയൊക്കെ നടന്ന് നമുക്ക് കേരളം ഒന്ന് നന്നാക്കാമെന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം. അതിനു വേണ്ടിയിട്ടുള്ള ഗർജനമാണ് കെ സുധാകരൻ അടക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കെ സുധാകരൻ വിട്ടുവീഴ്ച ചെയ്യില്ല. ഒന്നുകിൽ അടിച്ച് തകർക്കും, ഇല്ലെങ്കിൽ ഞാൻ കൂടെ നിന്ന് നിങ്ങൾക്ക് വൻ പിന്തുണ തരും എന്നുള്ളതാണ്. അതിനകത്തൊരു വലിയ സസ്പെൻസ് ആണ് നിൽക്കുന്നത് അല്ലേ സുധാകരൻ? ഇന്ന് വൈകുന്നേരത്തോടു കൂടി സസ്പെൻസ് തീരും. സുധാകരൻ ഇറങ്ങി പോകുമോ എന്നുള്ളൊരു സംശയവും. സുധാകരന് സീറ്റ് കൊടുക്കും. സീറ്റ് കൊടുത്തില്ലെങ്കിൽ സുധാകരൻ കടുത്ത കൈകൾ പലതും കാണിക്കും. അതാണെങ്കിൽ അതിൻ്റെ കൂടെ ചിലപ്പോൾ MK രാഘവനും കാണും. രണ്ടുപേര് പോയാൽ ചിലപ്പം അണികൾ വലിയൊരു വിഭാഗം അസംതൃപ്തരായി നിൽപ്പുണ്ട്. കാരണം ഈ 95 സീറ്റ് കൊണ്ടൊന്നും കോൺഗ്രസിലെ പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ല. കാരണം 250 KPC ഭാരവാഹികൾ തന്നെ കിടക്കുന്നു. പിന്നെ DCCയിൽ കിടക്കുന്നു. അതെല്ലാം കൂടെ ഒരു 22,500 ഭാരവാഹികൾ ഈ 95 സീറ്റിന് വേണ്ടിയിട്ട് കടിപിടി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആര് വിചാരിച്ചാലും ആളെ കിട്ടുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് ഇതൊരു കീറാമുട്ടിയാണ്. നമ്മൾ വി ഡി സതീശനെ പറഞ്ഞിട്ട് കാര്യമില്ല. വി ഡി സതീശൻ്റെ സ്ഥാനത്തിന് സാക്ഷാൽ ഹിറ്റ്ലറോ മുസോളിനിയോ വന്നാൽ പോലും ഇതിനെ ഒന്നും ഒതുക്കി നിർത്തുക അത്ര എളുപ്പമല്ല. എന്തായാലും മെരിക്കല്ലേ പറ്റൂ. ഇന്ന് മെരിക്കുമെന്ന് വി ഡി സതീശൻ പറഞ്ഞിട്ടുണ്ട്. വൈകുന്നേരത്തോടു കൂടി 95 പേരുടെയും സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് അവർ പുറത്തിറക്കുമെന്നാണ് വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നത്. നോക്കാം നമുക്ക്. അതെ, കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.